ഇവിടെ ഹീറോയിനും ഹോഴ്സ് റൈഡിങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഒരു ഹറാംപിറപ്പായ ഒരു കുതിരയെ ഇണക്കി അതിന്റെ മേലെ റൈഡ് ചെയ്തു. വിക്രമും വന്നേ ഒരു റൈസ് നടക്കാൻ പോകുന്നുണ്ട്. ആ റൈസിൽ ജയിച്ചാൽ ഈ കുതിരയെ തന്നെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. കാരണം വിക്രമിനെ റൈസിംഗ് ഒക്കെ നടത്തുന്ന ജോലിയാണ്. ഇവളും പാരന്റ്സിനെ പറ്റി ചിന്തിച്ച് ഭയങ്കര സാഡ് ആയിരിക്കുന്നത് കണ്ട് ഫ്രണ്ട്സും അവളുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത് ഹീറോയിൻ നിങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. അവരെ തമ്മിൽ സംസാരിപ്പിച്ചു. അമ്മയോട് സംസാരിച്ചപ്പോൾ അവർക്ക് കുറച്ച് സമാധാനം കിട്ടി. അങ്ങനെ ആ റേസിംഗ് തുടങ്ങി. ആ റേസിൽ എങ്ങനെയൊക്കെയോ അവൾ വിൻ ചെയ്തു. അതോടെ വിക്രമും വന്ന് നിനക്ക് ഞാൻ വേറെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ റേസിലേക്ക് അവളുടെ അച്ഛനെയും അവൻ വരാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ അച്ഛന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഹസ്ബൻഡിനെ കൊണ്ട് വൈഫിനെ പിരിഞ്ഞിരിക്കാനാവില്ല. അതുകൊണ്ട് വൈഫിനെ തേടി വന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞു. അത് കേട്ട അയാളും സങ്കടം കൊണ്ടാണ് അവിടെ നിന്ന് പോയത്. ഇവളുടെ പാരന്റ്സ് അവളെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അവിടെ പോയപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയി അവൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങി വെച്ചിരുന്നു. ഹസ്ബൻഡും വൈഫിന്റെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് ജോലി റിസൈൻ ചെയ്തു. റോഡിന്റെ പുറത്ത് നോക്കുമ്പോൾ നെയ്ബേഴ്സ് എല്ലാം എന്തോ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫ് ഇതേപോലെ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവരെ ഡാൻസ് കളിക്കാൻ വിളിക്കുമായിരുന്നു. എന്നാൽ രണ്ടുപേരും ഇതുവരെ പോയത് പോലുമില്ല. ഇപ്പൊ അമ്മയുടെ ഓർമ്മ വന്നേ അവിടെ പോയി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇപ്പൊ ഹീറോയിനും അച്ഛൻ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ അവിടേക്ക് വന്നു. ഇത് കണ്ട ഹസ്ബൻഡും മകൾക്കും നല്ല സന്തോഷമായി. അവസാനം അവരുടെ ഫാമിലി വീണ്ടും ഒരുമിച്ച് കൂടി. ശുഭം.